ഇന്ന് കുവൈറ്റിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ചരിത്രത്തിൽ ആദ്യമായി പ്രവാസികളുടെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ജീവൻ TV, പിങ്ക് ആപ്പിൾ മീഡിയയുടെ സഹകരണത്തോടെ ഞാനും പ്രവാസിയാണ് എന്ന എപ്പിസോഡുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ മുഴുവനും പ്രവാസികളുടെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അധികൃതരുടെയും ലോകത്തിൻ്റെയും മുന്നിൽ എത്തിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ജീവൻ TVക്കും പിങ്ക് ആപ്പിൾ മീഡിയയ്ക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജീവൻ TV, ഷിഫ അൽ ജസീറ ഞാനും പ്രവാസിയാണ് ഇവിടെ ആരംഭിക്കുകയാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2010-ലാണ്. 2011 പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്ന ബില്ല് പാസ്സാക്കുകയുണ്ടായി. 2011 ലോക്സഭ പാസ്സാക്കിയ ആ ബില്ല് പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന തരത്തിൽ പ്രവാസിക്ക് വോട്ടവകാശം ലഭിച്ചിട്ടുണ്ടോ? ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ അൻവർ സയ്യിദ്, കലാ കുവൈറ്റിന്റെ പ്രതിനിധി സാം പൈനമ്മൂട്, അതുപോലെ മീഡിയ ഫോറത്തിന്റെ പ്രതിനിധി സത്താർ കുന്നിൽ, കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയുടെ പ്രതിനിധി ജേക്കബ് ചണ്ണപ്പേട്ട. ശ്രീ ചണ്ണപ്പേട്ടയ്ക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രവാസികളുടെ ജീവിതം ആരംഭിച്ച കാലഘട്ടം മുതൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു പ്രവാസികളായ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തികച്ചും നമ്മുടെ സംഘടനാ ബലത്തിൻ്റെയൊക്കെ ശക്തി ആർജിച്ചുകൊണ്ട് വോട്ടവകാശം വേണമെന്നുള്ള വലിയ ആവശ്യം നിരന്തരമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളുടെയും അവരുടെ ആളുകളുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാസി സംഘടനകൾ ശ്രമിച്ചു വരികയായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ശ്രീ വയലാർ രവി ഇന്ത്യയുടെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ആയതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വോട്ടവകാശം വേണം, പ്രവാസികൾക്ക് നൽകണമെന്നുള്ള വലിയ അഭിലാഷം സാക്ഷാത്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2010 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത്. ശ്രീ സാം പൈനമ്മൂട്, ചണ്ണപ്പേട്ട പറയുന്ന വയലാർ രവി പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ ബില്ല് പാസ്സാക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ വയലാർ രവിയിൽ നിന്നുണ്ടായി. ഈ കാര്യം താങ്കൾക്ക് ശരിവെക്കാമോ? വിദേശത്ത് കഴിയുന്ന ഞാനും നിങ്ങളും 6 മാസം കണ്ടിന്യൂസ് ആയി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ചേർക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്ക് മാത്രമേ വോട്ടിങ്ങിനുള്ള റൈറ്റ് ഉള്ളൂ. ഈ ഒരു തടസ്സമാണ് ലിഖിതമായി ഇന്ത്യൻ പാർലമെന്റ് വളരെ വൈകിയാണെങ്കിലും പരിഹരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഓൺലൈൻ സോഫ്റ്റ്വെയറിൻ്റെ വികാസത്തിലൂടെ ഇത് വളരെ കൃത്യമായി പരിഹരിക്കാവുന്ന ഈ കീറാമുട്ടി, അത് പരിഹരിക്കുവാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ഇനിയും രൂപപ്പെട്ടിട്ടില്ല. അതാണ് ഒരുപക്ഷെ പ്രവാസിക്ക് നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മാറി നിൽക്കാനുള്ള മുഖ്യ തടസ്സമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാത്തത്? വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10-60 കൊല്ലക്കാലം നമ്മുടെ ഈ അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തി പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അവസാനം ഇത് ലഭിച്ചു എന്ന് പറയുന്നിടത്ത് നമ്മൾ ആഗ്രഹിച്ചതും നമുക്ക് കിട്ടേണ്ടതുമായ യഥാർത്ഥ അവകാശത്തിനോട് ചേർത്തു പറയാൻ പോലും പറ്റാത്ത പേരിനുള്ള ഒരവകാശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നത് അതായിരുന്നില്ല, നമുക്ക് വേണ്ടിയിരുന്നതും അതായിരുന്നില്ല. വേണ്ടിയിരുന്നത് നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ആ അവകാശം ഈ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇത് ലഭിക്കാതിരിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ പലതരത്തിൽ അത് ഉത്തരവാദികളുണ്ട്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന പ്രവാസികളുടെ സംഘടനകൾക്കും അവരുടെ നേതാക്കൾക്കും അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. സത്താർ കുന്നിലിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വോട്ടവകാശമാണ് പ്രവാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്നുള്ള നിലപാടിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം
നമ്മൾക്ക് ആർക്കാണ് വോട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ 7 ലക്ഷം ഇന്ത്യക്കാർ കുവൈറ്റിലുണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന 15 ലക്ഷത്തോളം അല്ലെങ്കിൽ 20 ലക്ഷത്തോളം ഇന്ത്യയുടെ അവരുടെ കുടുംബാംഗങ്ങൾ നാട്ടിലുണ്ട് എന്നിരിക്കെ അവരെ യഥാർത്ഥ രീതിയിൽ പ്രവാസി പ്രശ്നങ്ങളിലേക്ക് നിലപാടുകൾ എത്തിക്കുന്നതിന് പകരം നമുക്ക് വോട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളെ ശ്രദ്ധിക്കാത്തത് എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല, എത്ര അധികം ആളുകൾ ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ കണക്ക് പോലും നമ്മുടെ സർക്കാരിന് ഇല്ല എന്നിരിക്കെ അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കണക്ക് പോലും എംബസിയിൽ ഇല്ലാതിരിക്കെ, എയർപോർട്ടുകളിൽ ഇല്ലാതിരിക്കെ ആർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ അവരെ നമ്മൾ വല്ലാത്ത ആവേശത്തോടു കൂടി സ്വീകരിക്കുകയും ആ താൽക്കാലികമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അവരോട് പറയുന്നതിന് പകരം നമ്മുടെ സംഘടിത ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രവാസി സംഘടന എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പ്രവാസി സംഘടനകൾ പരാജയമാണ്. നമ്മളെ ശ്രദ്ധിക്കാത്ത നേതാക്കൾക്കെതിരെ പ്രതികരിക്കാൻ ഏത് സംഘടനകൾക്ക്, ഏത് രാഷ്ട്രീയ സംഘടനകൾക്കാണ് ധൈര്യസമേതം മുമ്പോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നത്? എങ്കിൽ മാത്രമേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് സഹീർത്ത് ക്ലബിന് എന്താണ് പറയാനുള്ളത്? നേരത്തെ പറയുകയുണ്ടായി, സംഘടനകളുടെയും പ്രവാസികളുടെ മൊത്തത്തിലും ഉള്ള ഒരു ശ്രമഫലമായിട്ടാണ് 2010 ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ടായതെന്നുള്ളത്. വാസ്തവത്തിൽ പ്രവാസികൾക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളിൽ ചിലതെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചത് പ്രവാസി സംഘടനകളുടെ വളരെ ശക്തമായിട്ടുള്ള ശ്രമം കൊണ്ട് തന്നെയാണ്. വോട്ടവകാശം അനുവദിച്ചു കിട്ടിയപ്പോൾ അതിനുള്ള അപാകതകളുണ്ട്. അതിനുള്ള പരിഹാര ശ്രമങ്ങളും നടത്തേണ്ടത് ഒരുപക്ഷെ പ്രവാസി സംഘടനകൾ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ എംബസികളിൽ വേണ്ടത്ര സംവിധാനങ്ങളില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനെക്കുറിച്ച് ജോൺ മാത്യു സാറിന് എന്താണ് പറയാനുള്ളത്? 1947 മുതൽ 11 വരെ 2011 വരെയുള്ള 63-64 വർഷക്കാലം നമ്മളെ വഞ്ചിച്ച ഒരു സീരീസ് ഓഫ് ഗവൺമെൻറ്റ്സിനാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. എന്തുകൊണ്ട് സംഘടനകൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൗലികാവകാശം അവർ സാധിച്ചു തന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വകുപ്പ് കൊണ്ടുവന്നു 6 മാസം അവർ താമസിക്കണമെന്നുള്ള വിവരം? സ്പേസിൽ താമസിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം. ആ കൊണ്ടുവന്ന് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് ഇന്ന് വളരെ സുഖമായിട്ടും സൗകര്യമായിട്ടും ഇൻ്റർനെറ്റിൽ കൂടി മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാം. സത്താർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇവിടെ വരുന്ന ഓരോ ആയയോ ബട്ട്ലറോ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഡാറ്റ ഇന്ന് ഇന്ത്യൻ എംബസിയിലുണ്ട്. പൂർണ്ണമല്ലെങ്കിൽ കൂടിയും 90% ഡാറ്റ അവർക്കുണ്ട്. അപ്പോൾ ഒരു ബാലറ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇന്നത്തെ ടെക്നോളജി, വിശേഷിച്ചും ലോകത്തെ ലീഡ് ചെയ്യുന്ന ഇന്ത്യൻ ടെക്നോളജിക്ക് ഉണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് മനഃപൂർവ്വമാണ്, നമ്മളെ വഞ്ചിക്കുകയാണ് ഈ ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് ചെറിയ രാഷ്ട്രമായ ഫിലിപ്പൈൻസിലെ അവരുടെ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ കുവൈറ്റിലെ എംബസികൾ വഴി, അവരുടെ എംബസികൾ വഴി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്? എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യക്ക് അതിന് കഴിയുന്നില്ല? ആദ്യമായി എൻ്റെ പ്രിയ സുഹൃത്ത് അൻവർ സൂചിപ്പിച്ചു, രാഷ്ട്രീയ പാർട്ടികൾക്ക് നിശ്ചയദാർഢ്യമില്ല, വിൽ പവർ ഇല്ല എന്നുള്ളത്. നമ്മൾ ഒരു കാര്യത്തെ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ആ ചെയ്ത നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കണം. ഈ 2010 ഈ അമെൻമെന്റോടുകൂടി നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായി. അതിന്റെ എക്സിക്യൂഷന്റെ ഭാഗത്താണ് തെറ്റ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ വോട്ട് പോലും ചെയ്യേണ്ട, നമുക്ക് ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കാം, ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. മനസ്സിലാക്കി അതേ ഇപ്പോൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയതാണ് അദ്ദേഹം ഇപ്പൊ ഓരോ ഇടയ്ക്കിടയ്ക്ക് വസ്ത്രങ്ങൾ മാറില്ലല്ലോ. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ വോട്ടിംഗ് ചെയ്യേണ്ട 60 കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു അവകാശം കൊടുക്കുന്നതിന് 60 കൊല്ലം അത് കൊടുത്തില്ല. എന്നിട്ട് അവസാനം കൊടുത്തതും അവരാഗ്രഹിക്കുന്നതിന്റെ ഏതോ എത്താത്തൊരു സംഗതി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുത്തില്ല എന്നല്ല, ഫലത്തിൽ കൊടുത്തില്ല. എന്നിട്ട് ഇപ്പോഴും അതിന്റെ പേരിൽ ജനങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞാൽ, അതിന്റെ പേരിൽ ജനങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദാര്യമാണോ ഇന്ത്യൻ ജനങ്ങൾ 60 കൊല്ലം മുമ്പ് വകവെച്ച് തരുന്നതിന്റെ അല്പാൽപ്പങ്ങൾ വേണ്ട, ഞങ്ങൾ മാറി നിൽക്കണം, മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു
പാവപ്പെട്ട സംഘടനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഞാനിവിടെ പ്രതിനിധീകരിക്കുന്നത് വെൽഫെയർ കേരള കുവൈത്തിനെയാണ്. വെൽഫെയർ കേരള കുവൈത്തിനെയാണ്. വെൽഫെയർ കേരള കുവൈത്ത് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗൾഫിലെ ഘടകമാണ്. അൻവർ സാദിനെ ഞങ്ങൾ കാണുന്നത് ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി നിലയ്ക്കാണ്. കാരണം വെൽഫെയർ പാർട്ടിനെ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ അംഗീകരിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ടതില്ല. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശിയുടെ പണം എത്തിക്കാൻ നിമിഷ നേരം കൊണ്ട് ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് വിദേശിയുടെ വോട്ട് കൂടി എത്തിക്കാൻ കഴിയണം. ഇവിടെയുള്ള പല റിയാലിറ്റി ഷോയും നടന്നു പോകുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരായ ഡ്രൈവർമാരെയും പ്രവാസികളെ കൊണ്ടാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ചാൽ അത് പ്രവാസികൾക്ക് കുറെ ഗുണപരമാവും. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ദ ഹൗസ് ഓഫ് ടോട്ടൽ ഹെൽത്ത് കെയർ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ഏറ്റവും ആധുനികമായ മെഡിക്കൽ സ്കാനിംഗ് സൗകര്യങ്ങൾ, ലോക നിലവാരം പുലർത്തുന്ന ലബോറട്ടറി, പുതുമയാർന്ന മെഡിക്കൽ സെന്റർ അന്തരീക്ഷം. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ കുവൈറ്റിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ഫർവാനിയ 24734000, 65561619, ഫാഹിൽ 23919020, 23919030. Our new branch opening shortly in Jalib Al Shuaik. Step into the grand world. Grand. Feel your grand shopping with less price. Have a grand time with us. Grand shopping for grand price and pleasure. Grand Mall Hypermarket, UAE, Kuwait, Oman, India, Qatar. पीते रहो, पीते रहो, पीते रहो, बस पीते रहो. जरा जरा मस्त होके, कभी कभी व्यस्त होके, कोई वजह लेके, कभी बेवजह होके. पीते रहो, पीते रहो. जब केंट आरओ प्यूरिफायर से मिले सबसे शुद्ध पानी तो बस आंखें बंद करके पीते रहो, पीते रहो. ഷിഫ അൽ ജസീറ, ഞാനും പ്രവാസിയാണ്. ചർച്ചയിലേക്ക് തിരിച്ചു വരാം. വോട്ടവകാശത്തെക്കുറിച്ച് ഇവിടെ ചർച്ചയിൽ സംസാരിച്ച് കണ്ടു. ഫിലിപ്പൈനിലും ഈജിപ്ഷ്യൻസും ഇവിടെ അമേരിക്കൻസും വോട്ട് ചെയ്യുന്നുണ്ട്. അവർ വോട്ട് ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് എലക്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 540 മണ്ഡലങ്ങളും ഏകദേശം 100 കോടി ജനങ്ങളുമുള്ള രാജ്യത്ത് ഇവിടെ ഒരു കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര മണ്ഡലങ്ങൾക്ക് വേണ്ടി ഇവിടെ ബൂത്ത് തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ജവാന്മാർക്കും അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവർക്കും തപാൽ വോട്ടവകാശമുണ്ട്. ആ രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് സർക്കാരുകൾ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു വോട്ടവകാശം അവർക്ക് നൽകുമ്പോൾ എന്തുകൊണ്ട് പ്രവാസിക്ക് ഈ അവകാശം നൽകുന്നില്ല? ഒരേ ചോദ്യം. 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 11,200 താഴെ ആളുകൾ മാത്രമാണ് വോട്ടവകാശം നേടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോൺ മാത്യു സാർ പറഞ്ഞ 3 കോടി പ്രവാസികളുടെ കൂടി കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ 15 ലക്ഷത്തിൽ അല്ലെങ്കിൽ 20 ലക്ഷത്തിൽ 11,000 എന്ന് പറയുന്നത് എത്ര ശതമാനം വരും? അപ്പോൾ എന്ത് വോട്ടവകാശമാണ് ഈ പ്രവാസികൾക്ക് നമ്മൾ നേടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി കേരളത്തിൽ പോയി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ വോട്ടവകാശം നടത്തുവാനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയാണ്. പിന്നെ ടെക്നോളജിനെ പറ്റിയിട്ട് പറഞ്ഞു. അത് ടെക്നോളജി വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള പല റിയാലിറ്റി ഷോയും നടന്നു പോകുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരായ ഡ്രൈവർമാരെയും പ്രവാസികളെ കൊണ്ടാണ്. അപ്പോൾ അവരെ മൊബൈലിൽ നിന്ന് ഒരു SMS മുഖേന വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള ടെക്നോളജി അത്രയും പിന്നെ യൂണിക്കായിട്ടുള്ള ഓരോ മൊബൈലിന് ID ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ടെക്നോളജി ഉപയോഗിച്ചാൽ തന്നെ ഈ വോട്ടവകാശം എന്നുള്ള ഈ ടെക്നോളജിക്കലായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അല്ലാതെ ഇതൊരു വേറെ റോക്കറ്റ് ടെക്നോളജി ഒന്നും ആവശ്യമില്ല. ആദ്യമായിട്ട് ഇന്ന് 193 രാഷ്ട്രങ്ങളോളം ഉള്ളതിൽ 115ഓളം രാഷ്ട്രങ്ങൾക്ക് പോസ്റ്റൽ വോട്ടും ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായമുണ്ട്. നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ
ജനാധിപത്യ രാജ്യമെന്ന് എപ്പോഴും അഹങ്കാരത്തോടെ അവകാശപ്പെടുന്ന ഇന്ത്യക്കാർ ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർത്തു നോക്കുക. നമ്മുടെ മൗലിക അവകാശം 63 വർഷങ്ങൾക്ക് ശേഷം അനുവദിച്ചിട്ട് എന്തോ ഭയങ്കരമായിട്ട് നേടിയെടുത്തു എന്ന് അവകാശപ്പെടുന്നതിനകത്ത് നമ്മൾ ലജ്ജിക്കണ്ടേ? ഇതാരുടെ ഔദാര്യമല്ലേ, നമ്മുടെ അവകാശമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടവകാശം എന്ന് പറയുന്നത് ചേമ്പിലയിൽ വീണ വെള്ളം പോലെയാണ്. ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നാം ചിന്തിക്കേണ്ടത് 3 കോടി ജനങ്ങൾ വിദേശത്തുള്ളപ്പോൾ വെറും 1% പോലും വോട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ഒരു വോട്ടവകാശം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഭാഗതയെ നിർണ്ണയിക്കാൻ അവകാശം ലഭിക്കുക എന്ന് പറയുന്നത്, പ്രവാസിക്ക് അവകാശം ലഭിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു ജോൺ മാത്യു സാറിനോ ഒരു യൂസഫ് അലി വോട്ട് ചെയ്യുന്നതല്ല ഭാഗതയെ നിർണ്ണയിക്കുന്നത്. ലോകത്തെ 3 കോടി ജനങ്ങളും ഒന്നിച്ച് പ്രവാസികളായവർ ഒന്നിച്ച് വോട്ട് ചെയ്യുമ്പോഴാണ് പ്രവാസിയുടെ വോട്ടവകാശം എന്ന് പറയുന്നത് അത് ഡിസിഷനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഈ വോട്ടവകാശം എന്ന് പറയുന്നത് വെറും ചേമ്പലയിൽ വീണ വെള്ളം മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ സംവിധാനത്തെ വിറ്റഴിക്കുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റിയിരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് വിദേശ പണം ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ഓൺലൈൻ സംവിധാനങ്ങളാണ് ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദേശിയുടെ പണം എത്തിക്കാൻ നിമിഷ നേരം കൊണ്ട് ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് വിദേശിയുടെ വോട്ട് കൂടി എത്തിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ അതിനെ പൊളിറ്റിക്കൽ വില്ലില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് എന്താണ് പറയുക? സത്യത്തിൽ പ്രവാസികളെ ഇന്ത്യ ഗവൺമെൻറ് വഞ്ചിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ആളുകളുടെ വോട്ടുകൾ, ആ ആളുകൾ ഏത് മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നുവോ ആ മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ രൂപീകരിച്ചെടുക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ്റിന്, അതല്ലെങ്കിൽ ഇന്ത്യയിലെ മാൻ പവറിന് സാധ്യമാവുകയില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കെതിരെയുമുള്ള കൊഞ്ഞനം കുത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിദേശത്ത് പാർക്കുന്ന ജനങ്ങൾക്ക് വോട്ടവകാശം വേണം എന്ന് നാം നിരന്തരമായി എല്ലാ പ്രവാസി സംഘടനകളും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നായിരുന്നാലും സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് നിരന്തരമായ സമ്മർദ്ദത്തിന് ഫലമായി വോട്ടവകാശത്തിൻ്റെ നിയമം ഭേദഗതി ചെയ്യുകയും അമെൻമെൻറ്റ് 2010 പാസ്സാക്കുകയും അല്ല അങ്ങനെ ഒരു അല്ലല്ല നാട്ടിൽ ലോകത്തിൽ നിലനിൽക്കുന്ന അല്ലല്ല ആ ചോദ്യം അല്ല ഞാനൊന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ വിപരീതമായി പ്രവർത്തിക്കുവാൻ ഏത് ഗവൺമെന്റ് വന്നാലും സാധ്യമല്ല. അതുകൊണ്ട് നിയമം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറയട്ടെ അതിന് നിയമം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറഞ്ഞതും അതിനുവേണ്ടിയുള്ള നിയമം 2010 ഉണ്ടാക്കുകയും ചെയ്തു. അല്ല താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് കേക്ക്. താങ്കൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നതോടെ കേക്ക്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് സംസാരിക്കാതെ. റിസർവ് ബാങ്ക് പോളിസി മാറ്റും. അതെങ്ങനെയാണ്? വിദേശ പണം ഇന്ത്യയിലേക്ക് ഒഴുക്ക് കുറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് പോളിസി മാറ്റും. അല്ല ഞാൻ പറഞ്ഞിട്ട് ഇത് ഗവൺമെന്റിന്റെ ഒരു നയമാണ്. വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നയമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഇവിടെ വോട്ടവകാശം എന്നുള്ളത് തന്നെയാണ്. വോട്ടവകാശം ലഭിച്ചാൽ മാത്രമേ പ്രവാസികളുടെ പ്രശ്നം തീരൂ എന്ന് പറയുന്ന നാം ഒരു കാര്യം നമ്മൾ വളരെ പ്രസക്തമാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ചാൽ അത് പ്രവാസികൾക്ക് കുറെ ഗുണപരമാവും. അത് യഥാർത്ഥ അർത്ഥത്തിൽ ലഭിക്കണം. പക്ഷെ വോട്ടവകാശം ലഭിച്ചില്ല എന്നുള്ളത്, വോട്ടവകാശം ലഭിച്ചാൽ തന്നെ ഇവിടുത്തെ സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ നേതാക്കൾ പ്രവാസികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്ത ആളുകൾക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവോ? ഇല്ല. അതാണ് പറയുന്നത്. നമ്മുടെ ആർജവം, ചങ്കൂറ്റം, വോട്ടില്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നാട്ടിലെ രാഷ്ട്രീയ സംഘടനകൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ 2011 നിയമം അത് ഉപയോഗിച്ച ആളുകളുടെ എണ്ണം അറിയണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 8,900 പേരെ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ കേരളത്തിലെ ആകെ വോട്ടർമാരുടെ 1002 പേര്. ഇപ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണവും 40 ലക്ഷം കേരളീയർ വിദേശത്തുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ആ കണക്കിൽ കൂട്ടിയാൽ 1002 പേരാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണേണ്ടത് നമുക്ക് വോട്ടവകാശം കിട്ടുന്നത് സംബന്ധിച്ച് പ്രവാസി സംഘടനകൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. ഇത്രയും അഡ്വാൻസ്ഡ് ആയ സംവിധാനത്തിൽ വെറും നമുക്ക് ഐഡന്റിറ്റി കാർഡ് നമ്പറായിട്ട് എടുക്കാവുന്ന ഏക നമ്പറാണ് പാസ്പോർട്ട് നമ്പർ. പാസ്പോർട്ട് നമ്പർ മാത്രം സീരിയൽ നമ്പർ ആക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, വിരലടയാളവും കണ്ണടയാളവും ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സാധനമാണ്. ഇതിനെ വെല്ലാൻ പറ്റുന്ന ഒരു സംവിധാനം എവിടെയാണുള്ളത്? ഇത് വെച്ചുകൊണ്ട് വോട്ടവകാശം കൊടുക്കാൻ പറ്റണം.
ആർക്കും വോട്ടവകാശം വേണ്ട എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ്. പ്രവാസികളെ സ്വാധീനിക്കാൻ ഇവരെ കണ്ട് കഴിയത്തില്ല. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലുപിടിക്കാതെ നമ്മൾ പ്രവാസികളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ദ ഹൗസ് ഓഫ് ടോട്ടൽ ഹെൽത്ത് കെയർ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ഏറ്റവും ആധുനികമായ മെഡിക്കൽ സ്കാനിംഗ് സൗകര്യങ്ങൾ, ലോക നിലവാരം പുലർത്തുന്ന ലബോറട്ടറി, പുതുമയാർന്ന മെഡിക്കൽ സെന്റർ അന്തരീക്ഷം. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ കുവൈറ്റിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ഫർവാനിയ 24734000, 65561619, ഫാഹിൽ 23919020, 23919030. Our new branch opening shortly in Jalib Al Shuaik. Step into the grand world. Grand. Feel your grand shopping with less price. Have a grand time with us. Grand shopping for grand price and pleasure. Grand Mall Hypermarket, UAE, Kuwait, Oman, India, Qatar. पीते रहो, पीते रहो, पीते रहो, बस पीते रहो, जरा जरा मस्त होके, कभी कभी व्यस्त होके, कोई वजह लेके, कभी बेवजह होके, पीते रहो, पीते रहो. जब केंट आरओ प्यूरिफायर से मिले सबसे शुद्ध पानी तो बस आंखें बंद करके पीते रहो, पीते रहो. Costume courtesy address. ഷിഫ അൽ ജസീറ ഞാനും പ്രവാസിയാണ് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഈ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടാകാം എന്നതിന്റെ കാരണത്താൽ എല്ലാവർക്കും വോട്ടവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന കാരണത്താൽ ആർക്കും വോട്ടവകാശം വേണ്ട എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ്. പാർലമെന്റിൽ മെമ്പർമാരെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടന്നു. ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഏതെല്ലാം MP മാരാന്ന് എനിക്ക് ഓർമ്മയില്ല. കേരളത്തിൽ നിന്ന് പല MP മാരും പങ്കെടുത്ത് അതിലൊന്ന് ശശി തരൂരാണ്. ആ മീറ്റിംഗിൽ അന്ന് പല MP മാരും ഇടതുവശമെന്നോ വലതുവശമെന്നോ വ്യത്യാസമില്ലാതെ അവർ പറഞ്ഞു പ്രവാസികൾക്ക് വോട്ടവകാശം കൊടുക്കേണ്ട, കാരണം അവർക്ക് വിവരമില്ല, അവർ നാളെ പാർലമെന്റിൽ മത്സരിക്കാൻ ശ്രമിക്കും. അതിനാകെ അനുകൂലിച്ച് നമ്മൾക്ക് അനുകൂലിച്ച് സംസാരിച്ച ശശി തരൂർ മാത്രമാണ്. ഇടതുപക്ഷ എംപിമാർ പ്രവാസി വോട്ടവകാശത്തെ പിന്തുണയ്ക്കുന്നവരാണ്. അല്ലല്ല സുഹൃത്തെ, അത് പേര് പറയുന്നതാണ് ശരി, അത് തെറ്റാണ്, ആ പ്രസ്താവന തെറ്റാണ്. സാധാരണക്കാരനായ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നുമല്ല. പല രാഷ്ട്രീയ പാർട്ടികളും പല അഭിപ്രായങ്ങളും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണം. നമുക്ക് ഇവിടെ കുവൈറ്റിലായാലും ലോകത്തിലെ ഏത് ഭാഗത്തായാൽ പോലും പ്രവാസികളായിട്ട് താമസിക്കുന്ന ആൾക്കാരെ ഇവർക്ക് വേണ്ട വിധം നമ്മുടെ ഏത് ഇലക്ഷൻ പാർട്ടി നോക്കിയാലും അറിയാം, ഒരു ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർക്ക് ഒരു പ്രത്യേക വോട്ട് ബാങ്ക് ഉണ്ട്. അതിനപ്പുറം ഒരു നിഷ്പക്ഷമതികളായ വോട്ട് ബാങ്ക് ആണ് ഈ പറഞ്ഞ വിധി നിർണ്ണയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും വലിയ ഹെഡേക്ക് ആയിട്ട് വരുന്നത്. പ്രവാസികളെ സ്വാധീനിക്കാൻ ഇവരെ കണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് മാത്രമാണ് നമുക്കുള്ള വോട്ടവകാശം ഇവർ നിഷേധിക്കപ്പെടുന്നത്. അതിനപ്പുറം രണ്ടാമത് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇവിടെ വലിയൊരു ഫണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന്, നമ്മുടെ ഇമിഗ്രേഷൻ ഫണ്ട്, അതുപോലുള്ള ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കോടികളുള്ളപ്പോൾ ഇവരെന്തുകൊണ്ട് ഇത് തടഞ്ഞു വെക്കുന്നു? രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ മാത്രമേ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ പാടുള്ളൂ, നിങ്ങൾക്ക് കീഴിൽ മാത്രമേ, നിങ്ങളെ അംഗീകരിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ 50 വർഷം കൊണ്ട് എന്ത് ചെയ്തു? എത്ര പ്രാവശ്യം വോട്ടവകാശത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തി? അധികാരത്തിൽ നിങ്ങളും ഒരു പ്രാവശ്യം പങ്കാളിയായിരുന്നു, അധികാരത്തിലുള്ള പങ്കാളികളാണ് ഇവർ ഇരിക്കുന്നത്. 50 വർഷക്കാലം ഈ അധികാരത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അവർ ഒരു പ്രാവശ്യം പോലും ഇതിന് ശ്രമം നടത്തിയില്ല. അവസാനം അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ശ്രമിച്ചു, വിജയിച്ചിരിക്കുന്നു, വോട്ടവകാശം ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക്. ഈ വോട്ടവകാശം ലഭിച്ച ആൾക്കാർക്ക് വോട്ടവകാശം ചെയ്തു കൊടുക്കുവാൻ ഇവരെന്ത് ചെയ്തു? കുവൈറ്റിൽ ആരുടെ പേരാണ് ഇവർ രജിസ്റ്റർ ചെയ്തവിടെ? അതിനുവേണ്ടി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? സത്താർ കുന്നിൽ പറയുന്നു, വോട്ടവകാശം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? വോട്ടവകാശം ഞങ്ങളുടെ അധികാരമാണ്, ഞങ്ങളുടെ മൗലികമായ അവകാശമാണ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ലെങ്കിലും ഞങ്ങളുടെ മൗലിക അവകാശം ഞങ്ങൾക്ക് വേണം എന്നാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനം, പ്രവാസികൾക്ക് വോട്ടവകാശം വേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിച്ചത്. ഒരു വോട്ട് ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണമായും
അത് എല്ലാ ആളുകൾക്കും ലഭിക്കത്തക്ക വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. എനിക്ക് പ്രവാസി എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. കാരണം നമ്മളെ ആരെയും ഇവിടോട്ട് ആരും പിടിച്ചുകൊണ്ട് വന്നില്ല. പ്രവാസി മീൻസ് ക്യാപ്റ്റീവ്. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവസന്ധാരണത്തിന് ഇവിടെ വന്നപ്പോൾ പരദേശിയായിട്ട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ നാട്ടിൽ തീർച്ചയായും നാം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്കിവിടെ വോട്ടവകാശം നമുക്ക് എങ്ങനെ ചെയ്യാവുന്നുള്ളതാണ്. നമുക്ക് പ്രായോഗിക തലത്തിൽ എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലുപിടിക്കാതെ നമ്മൾ പ്രവാസികളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമുക്കിടെ ആ വോട്ടിംഗ് റൈറ്റ് അത് ഏത് വിധത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ മൗലികാവകാശം നേടിയെടുക്കാമെന്ന് നോക്കുക. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ആത്യന്തികമായ അഭിലാഷവും ആഗ്രഹവും. തീർച്ചയായിട്ടും പ്രവാസികളുടെ പക്ഷത്താണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീ വയലാർ രവി ഇതിന് നേതൃത്വം കൊടുത്തതും കഴിഞ്ഞ 2 UPA ഗവൺമെന്റുകളും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുത്തതും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇത്രയും ആളുകൾക്ക് പോളിംഗ് ബൂത്തുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അവരിന്നും ജീവിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. ഇന്ന് നമ്മൾ ആധുനിക ജീവിതത്തിലാണ് ജീവിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുവാനുള്ള പ്രവാസികൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ആബ്സെൻറ്റീസ് വോട്ടിംഗ് റൈറ്റ് നമുക്ക് വേണമെന്നുള്ള ഒരു വലിയ സന്ദേശം കേന്ദ്ര ഗവൺമെന്റ് എത്തിക്കുന്നുള്ളതാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ സ്പേസിലായിരുന്നാലും ലണ്ടനിലായിരുന്നാലും കുവൈറ്റിലായിരുന്നാലും അവിടെ ഒരു നോട്ട് ചെയ്തിട്ടുള്ള ആ നിയമം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. ഇതിന്റെ തുടർച്ചയുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം.